എന്റെ ദൈവമേ, ആ കുരങ്ങനുണ്ണി എന്താണ് ഇതുവരെ വരാത്തത്? രാവിലെ സ്കൂളിൽ പോയതാണ്, വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. അവൻ എന്ത് പറ്റിയോ ആവോ? അച്ഛാ, ഞാൻ വന്നു. കുരങ്ങനുണ്ണി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ അമ്പിളിമാമനെ കാണുകയായിരുന്നു അച്ഛാ. ഞാൻ നിന്നെ കാത്തിരുന്ന് എത്രമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്റെ ലാളന കൂടിപ്പോയതാണ് ഇതിനെല്ലാം കാരണം. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അച്ഛാ, അയ്യോ വേദനിക്കുന്നു. നീ അവിടെ തന്നെ കിടക്കും. അച്ഛൻ എന്നെ തല്ലിയല്ലേ? കാണിച്ചു തരാൻ ഞാൻ. എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ അച്ഛൻ എന്നെ തല്ലിയത്? ഇനി ഒരിക്കലും ഞാൻ അച്ഛന്റെ അടുത്ത് വരില്ല. ഞാൻ ഇവിടം വിട്ട് പോകും. അയ്യോ, പട്ടിക്കുര കേൾക്കുന്നല്ലോ. വേഗം ഓടി പോകാം. കുരങ്ങനുണ്ണി, പൊന്നു മോനെ വാടാ, വന്ന് ഭക്ഷണം കഴിക്ക്. മോനെ, നീ എവിടെയാ? അച്ഛനെ പറ്റി ചൊളിച്ചിരിക്കുകയാണോ? അച്ഛന് ഒരു ദേഷ്യവുമില്ല. മോൻ താമസിച്ച് വന്നതുകൊണ്ടല്ലേ അച്ഛൻ തല്ലിയത്. സാരമില്ല മോനെ, മോൻ വാ മോനെ. അവനെ കാണുന്നില്ലല്ലോ. കുരങ്ങനുണ്ണി, മോനെ മോനെ, കുരങ്ങനുണ്ണി. ഈശ്വര, അവൻ എങ്ങോട്ട് പോയി? മോനെ കുരങ്ങനുണ്ണി, മോനെ കുരങ്ങനുണ്ണി. ആനപ്പൻ ചേട്ടാ, എന്റെ കുരങ്ങനുണ്ണിയെ കണ്ടോ? ഇല്ലല്ലോ കുരങ്ങച്ച, മോൻ എവിടെ പോയി? അതെനിക്കറിയില്ല. സ്കൂൾ വിട്ട് വൈകി വന്നതിന് ഞാൻ അവനെ ഒന്ന് തല്ലി. കരഞ്ഞുകൊണ്ടവൻ ഈ മുറ്റത്തുണ്ടായിരുന്നതാണ്. എന്ന് ഇപ്പൊ കാണുന്നില്ല. ഏയ്, അവൻ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ, വേട്ടനായ്ക്കൾ എന്നെ കണ്ടു കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അയ്യോ, രക്ഷിക്കണേ, ഓടി വായോ. അയ്യോ, രക്ഷിക്കണേ, ഓടി വായോ. അച്ഛാ, അച്ഛാ. ഓ, കുരുക്കിൽ വീണിരിക്കുന്നത് ഒരു കുട്ടിക്കുരങ്ങനാണല്ലോ. ഞാൻ വിചാരിച്ചു വല്ല കാട്ടുപന്നിയോ മറ്റോ ആയിരിക്കുമെന്ന്. ആ കുട്ടിക്കുരങ്ങനെ കിട്ടിയിട്ട് നമുക്കെന്ത് കാര്യം? കളയണ്ട, ഇവനെ നമുക്ക് കരിങ്കുരങ്ങ് രസായനത്തിന് കൊടുക്കാം. ഇനി ഇവിടെ നിന്നാൽ നമ്മൾ രസായനം. അയ്യോ, കാട്ടാനെ വരുന്നേ, ഓടിക്കോടാ. ആനപ്പൻ ചേട്ടാ, ഞാനിവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. എന്നെ താഴെ ഇറക്ക്, എനിക്ക് പേടിയാകുന്നു. അയ്യോ, എനിക്ക് എന്റെ അച്ഛനെ കാണണം. കരയല്ലേ കുരങ്ങനുണ്ണി, അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു വന്നതാ. അച്ഛൻ എവിടെയാ? അച്ഛാ. മോനെ കുരങ്ങനുണ്ണി, എന്റെ പൊന്നു മോനെ, നീ എന്തിനാടാ അച്ഛനെ വിട്ടു പോന്നത്? അച്ഛൻ നിന്നെ സ്നേഹം കൊണ്ട് തല്ലിയതല്ലേടാ. നിന്നെ കാണാതെ വന്നപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചു. എന്നോട് ക്ഷമിക്കൂ അച്ഛാ. എല്ലാം എന്റെ അറിവില്ലായ്മയാണ്. അച്ഛൻ എന്നെ തല്ലിയപ്പോ ഞാൻ കരുതി അച്ഛൻ എന്നോട് സ്നേഹമില്ലെന്ന്. എന്നാൽ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ തല്ലിയതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ വീട് വിട്ടു പോകില്ല അച്ഛാ. കുരങ്ങനുണ്ണി, മക്കളെ ശാസിക്കാനും അവരുടെ തെറ്റ് തിരുത്താനുമുള്ള അവകാശം മാതാപിതാക്കൾക്കുണ്ട്. കുരുത്തക്കേടുകൾ കാട്ടുമ്പോ ചിലപ്പോ അവർ വടിയെടുത്തെന്ന് വരാം. അത് സ്നേഹക്കുറവ് കൊണ്ടല്ല, തങ്ങളുടെ മക്കൾ നല്ലവരായി തീരുവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് കുട്ടികളെല്ലാവരും മനസ്സിലാക്കണം. ും